കുട്ടനാട്ടിലെ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ CPM BJP സഖ്യം എന്നതാണ്. ഊരുക്കരി സഹകരണ ബാങ്കിലാണ് CPM കേരള കോൺഗ്രസ് BJP സഖ്യം മത്സരിക്കുന്നത്. സംയുക്ത സഹകരണ മുന്നണി എന്ന പേരിലാണ് സഖ്യം. തെരഞ്ഞെടുപ്പ് ചെലവ് ഒഴിവാക്കാനാണ് ഈ സീറ്റുകൾ വീതം വെച്ചത് എന്നൊക്കെ സംയുക്ത മുന്നണികൾ പറയുകയും ചെയ്യും. രഘുനാരായണ വിവരങ്ങളാണ്. രഘു, അത് വളരെ രസകരമായൊരു വിശദീകരണമാണ്. തെരഞ്ഞെടുപ്പ് ചെലവ് വീതം വെക്കാനാണ്. അല്ലെങ്കിൽ പാലക്കാട്ടേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP എന്ന ഒരു ആരോപണം ട്രോളായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞേൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സഖ്യം. ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചെലവ് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ സംയുക്ത സഹകരണ മുന്നണി എന്ന പേരിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ് CPM-ന്റെയും BJP-യുടെയും ഒക്കെ അനൗദ്യോഗിക വിശദീകരണം. പക്ഷെ അപ്പോൾ പോലും അവിടുത്തെ ഒരു നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അതിന്റെ ഒരു മുന്നണി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം CPI-യെ ആ ബാങ്കിന്റെ ഭരണസമിതിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം ആ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ CPM-ഉം CPI-യും തമ്മിൽ വലിയ തർക്കവും പരസ്യ പോർവിളികളും CPM നേതാക്കൾ CPI-യിലേക്ക് പോവുകയും CPI നേതാക്കൾ CPM-ലേക്ക് വരികയും ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഈ ബാങ്ക് ഊരുക്കരി സർവീസ് ബാങ്ക് വർഷങ്ങളായി CPM LDF ആണ് ഭരിക്കുന്നത്. CPM-ഉം CPI-യും ചേർന്ന് കാലാകാലങ്ങളായി ആ ബാങ്ക് ഭരിക്കുകയാണ്. ഇപ്പോൾ വേണമെങ്കിലും CPM-നും CPI-ക്കും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അവിടെ ജയിക്കാനുള്ള സാഹചര്യമാണുള്ളത്. എന്നാൽ CPI-യെ ഉൾപ്പെടുത്തി മത്സരിക്കേണ്ട എന്നുള്ള പ്രാദേശിക വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ BJP-യും ഒപ്പം തന്നെ കേരള കോൺഗ്രസൂടെ CPM-നോട് ചേർന്നുകൊണ്ട് മത്സരിക്കുന്നത്. മൊത്തം 7 സീറ്റാണുള്ളത്. അതിൽ 5 സീറ്റിൽ എതിരാളികളില്ലാതെ ഈ മുന്നണി സംയുക്ത സഹകരണ മുന്നണി വിജയിച്ചിട്ടുണ്ട്. 2 സീറ്റിലേക്ക് CPI മത്സരിക്കുന്നുണ്ട്. രഘു, ഇതിൽ ഒരു സഹകരണ ബാങ്കിലെ കാര്യമാണെങ്കിൽ പോലും അതാത് പാർട്ടികളുടെ ജില്ലാ നേതൃത്വങ്ങൾ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയുണ്ടായോ? ഇങ്ങനെയൊരു സഖ്യം ചർച്ചയാകുന്ന ഒരു വിഷയം കൂടിയാണ്. അങ്ങനെ ഒരു ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല. കാരണം ഇതൊരു അത്ര വലിയ ബാങ്ക് ഒന്നുമല്ല. നാട്ടിലെ ചെറിയൊരു സഹകരണ സംഘമാണ്. പലയിടത്തും ഇതേപോലെ അനൌദ്യോഗികമായി സഹകരണം, അതായത് ഈ പറയുന്നത് പോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് ചെലവുകളൊക്കെ വഹിക്കാൻ ശേഷിയില്ലാത്ത സഹകരണ സംഘങ്ങളൊക്കെ ഇതേ രീതിയിൽ ഒന്നിച്ച് മത്സരിക്കാനൊക്കെ ഉണ്ട്. അതൊരു രാഷ്ട്രീയ ഒത്തുതീർപ്പിന്റെ ഭാഗമായി ചില സീറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട്. അതൊക്കെ ഒരു വസ്തുതയാണ്. പക്ഷേ ഇവിടുത്തെ ഈ രാഷ്ട്രീയ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അവിടെ CPM-ഉം CPI-യും തമ്മിൽ വലിയ രാമഗിരി അടക്കമുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണം മാറുന്ന ഘട്ടം വരെ ഉണ്ടായ വലിയ രീതിയിലുള്ള CPM-CPI തർക്കമാണ്. ഒരുപക്ഷെ BJP-യോട് ചേർന്നാലും വേണ്ടില്ല, CPI-യോട് ചേർന്ന് പ്രവർത്തിക്കാൻ അവിടുത്തെ CPM-കാർക്ക് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. അതിന് അവർക്ക് ന്യായീകരണങ്ങളുമുണ്ട്. വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. CPI-യെ ഈ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി അവിടുത്തെ CPM BJP-യുമായി സഖ്യം ചേർന്ന വളരെ കൗതുകകരമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. നമ്മളൊരു സഹകരണ ബാങ്ക് ഒരു ചെറിയ സഹകരണ സംഘമാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാകുന്നു എന്നതാണ്.